ഹലോ കൂട്ടുകാരെ, ചിക്കൻ കറിയൊക്കെ പണ്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന രുചിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എത്ര പേർക്ക് ഈ കിഴങ്ങ് ചിക്കൻ കറിയിലിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറി വളരെ സിമ്പിളായിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു വലിയൊരു കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നല്ല ഗോൾഡൻ നിറം ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് നമ്മൾ സവാള ചേർത്താലും നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല മധുരമായി പോകും. അപ്പോൾ ഒരു മീഡിയം സൈസിലെ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നേർമയായിട്ട് അരിഞ്ഞെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ്. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഉപ്പിൻ്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ പച്ച ചുവ മാറണം, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അതുവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, ബിഗിനേഴ്സിനും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചിക്കൻ മസാലയാണ് കേട്ടോ. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ്, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറാൻ. തക്കാളി ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ മൊത്തത്തിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ആയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ പ്യൂരി ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു അര കിലോ മുതൽ 3/4 കിലോ ഇടയ്ക്ക് വരുന്നുണ്ട് ചിക്കൻ. ആ ഒരു ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറിയുടെയൊക്കെ പീസായിട്ടാണ്, ചെറിയ പീസായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നല്ലതുപോലെ നമ്മുടെ മസാലയൊക്കെ ആയിട്ട് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഈ കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുവേ. ഈ ചിക്കൻ കറിക്കകത്ത് കിഴങ്ങ് ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് ആ കിഴങ്ങ് എടുത്ത് കഴിക്കാൻ. അപ്പം എത്ര പേർക്ക് ഇങ്ങനെ നിങ്ങളുടെ അമ്മമാരുണ്ടാക്കി തരുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഈ ചിക്കൻ കറിക്കകത്താണെങ്കിലും വേറെ ഞങ്ങൾ ചിക്കൻ കറിയും മാത്രമേ കഴിക്കാറുള്ളൂ. മട്ടൻ കറി ചിലപ്പോൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ കിഴങ്ങ് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ കിഴങ്ങും കൂടി ഞാനിപ്പോൾ ഒരു വലിയ കിഴങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ ക്യൂബ്സായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടിച്ചാൽ മതി. നമ്മുടെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് 2 വിസിലടിച്ചാൽ മതി. നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 വിസിലടിക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ അതിനകത്ത് എയറൊക്കെ പോയതിന് ശേഷം മാത്രം വേണം അത് തുറക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം മിസ്സായിപ്പോൾ, ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയ്ക്കകത്ത് മിസ്സായതാണ് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.